നമ്മൾ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുകയും നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർ, നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി തന്നെയാവാം. അവരുടെ അടുത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ നടത്താറുള്ളത്. അപ്പോൾ അവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മളുടെ പെട്ടെന്ന് തന്നെ ഈ സ്വഭാവങ്ങളെല്ലാം മാറ്റി വളരെ നൈസായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നമ്മൾ മാറും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര മൂഡ് ഓഫിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോഴും നമ്മൾ ഭയങ്കര നൈസായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറി. പിന്നെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ ആ സമയത്ത് നമ്മളുടെ വെറുപ്പൊന്നും ഭാര്യയുടെ അടുത്ത് കാണിക്കില്ല. അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കാണിക്കാറില്ല. അപ്പോൾ അതൊരു സാമൂഹ്യ മര്യാദയുടെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്നാലും നമ്മളുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ നല്ല പെരുമാറ്റം കൂടുതൽ സമയം അർഹിക്കുന്നില്ലേ? എനിക്ക് പലപ്പോഴും എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. കുറച്ചുകൂടെ നൈസായിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് പണ്ടായിരുന്നെങ്കിലും ഒക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെരുമാറായിരുന്നെന്ന് പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അപ്പം കുടുംബം നന്നാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. അപ്പം ആ ഇമ്പം ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തും ക്ഷമിച്ചു കൊടുക്കാനും അവരുടെ അടുത്ത് ത്യാഗമനസ്ഥിതി കാണിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കുടുംബം മനോഹരമാകുന്നത്. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആണ്. എന്ത് ചെയ്താലും അവർ തിരിച്ചൊന്നും പറയില്ല അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മളെ വിട്ടുപോകില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കാരണം നമ്മുടെ ഏറ്റവും മോശമായിട്ടുള്ള സ്വഭാവം അവരുടെ അടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ നമ്മളുടെ ഈ ഒരു നല്ല സ്വഭാവം അർഹിക്കുന്നില്ലേ? നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാനെപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്ത് നൈസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. നമ്മളുടെ വികാരങ്ങളുടെ പുറത്ത് നമ്മൾ കുറേയൊക്കെ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ നോക്കുക, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക.